PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, ഇങ്ങനൊരു നിഗമനത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എന്താണ്? മാത്രമല്ല, ഇതൊരു ഒഫീഷ്യൽ സ്ഥിരീകരണമാണോ? അജി, സ്ഫോടനം കഴിഞ്ഞ് 24 മണിക്കൂർ പിന്നിട്ടതേ ഉള്ളൂ. ഇതൊരു പ്രാഥമികമായ ഒരു നിഗമനം മാത്രമാണ്. ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നു. ചില ഉന്നത അന്വേഷണ വൃത്തങ്ങൾ നൽകുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു ചാവേർ സ്ഫോടനമാകാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ റെഡ് ഫോർട്ട് പരിസരത്തുണ്ടായ സ്ഫോടനം സാധ്യത ഇല്ല എന്നതാണ് ഒരു വിലയിരുത്തൽ ഉള്ളത്. പക്ഷേ ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. കാരണം ഒരു സ്ഫോടക വസ്തു അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചിരിക്കാനാണ് ഒരു സാധ്യത നിലനിൽക്കുന്നത്. കാരണം കാർ ബോംബ് സ്ഫോടനത്തിലേതുപോലെയുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല. കൃത്യമായ ഒരു ചാവേർ ആക്രമണമാണെങ്കിൽ ഒരു ലക്ഷ്യത്തേക്ക് കാർ ഇടിച്ചു കയറ്റുക അല്ലെങ്കിൽ അത്തരമുള്ള നടപടികൾ ഈ ചാവേറിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷെ അത്തരത്തിലുള്ള നടപടികളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരു വിലയിരുത്തലുള്ളത്. അതുപോലെ തന്നെ പരമാവധി നാശനഷ്ടം ലക്ഷ്യമിട്ടതിന്റെ ലക്ഷണങ്ങളും കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. പൂർണ്ണ തോതിലല്ലാത്ത ബോംബാണ് പൊട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചീളുകളടക്കം ഇല്ലാത്തതും ഇത്തരത്തിലൊരു ചാവേർ സ്ഫോടനമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. സ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് വാഹനം പതുക്കെ ചലിക്കുന്നുണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഫരീദാബാദിലടക്കം ഭീകര സംഘങ്ങളെ പിടികൂടിയിരുന്നു. അവിടെ നിന്ന് സ്ഫോടക വസ്തുക്കളടക്കം പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ അതൊരുപക്ഷെ സ്ഫോടക വസ്തുക്കൾ മാറ്റുന്നതിനിടയിൽ പൊട്ടിത്തെറിച്ചതാകാം ഈ ഒരു സ്ഫോടനത്തിന് കാരണം. എന്തായാലും ചാവേർ സ്ഫോടനമാകാൻ സാധ്യത കുറവെന്നതാണ് നിലവിൽ എത്തിയിരിക്കുന്ന ഒരു നിഗമനം. പക്ഷേ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമൊന്നും ഇതിൽ വന്നിട്ടില്ല. കാരണം 24 മണിക്കൂറുകൾ പിന്നിട്ടതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയും അതുപോലെ തന്നെ തെളിവ് ശേഖരണം അടക്കം മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ശരി, PR അരവിന്ദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.